ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വടകരയിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികൾ പരസ്പരം ആരോപണ പ്രത്യാരോപണം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് വ്യക്തിഹത്യ നടന്നത് എന്നാവർത്തിച്ച് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് തനിക്കെതിരായ ആരോപണം. തന്റെ പ്രവർത്തനം എന്താണ് എന്ന് ആ വിഭാഗത്തിന് നന്നായി അറിയാമെന്നും KK ശൈലജ. രാഷ്ട്രീയം പറഞ്ഞാണ്, ജനങ്ങളെ സംബന്ധിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായത്. പക്ഷേ UDF കാണിച്ചത് അങ്ങനെയല്ല. ഇതുവരെ ഇല്ലാത്ത വിധം വ്യക്തിഹത്യക്ക് ഒരുങ്ങുകയാണ് അവർ ചെയ്തത്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു ഇത്ര ഹീനമായ ഒരു ആക്രമണത്തിന് വിധേയമായിട്ടില്ല. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പേജുകൾ എല്ലാ ദിവസവും കാണുന്നുണ്ടാവില്ലേ പ്രചാരണത്തിന്റെ? അപ്പൊ അതൊന്നും തള്ളി പറഞ്ഞില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് തള്ളി പറയാത്തതിനാൽ അന്നേരം എന്താ കരുതേണ്ടത്? അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? മിഥില ബാലൻ വടകരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ഈ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോഴും UDF LDF സ്ഥാനാർത്ഥികൾ ഈ വ്യക്തിപരമായുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിൽ തന്നെയാണോ നിൽക്കുന്നത്? തീർച്ചയായും വേണു, ഈ ഒരു വ്യക്തിഹത്യ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഈ പ്രചാരണം അവസാനിക്കാൻ, പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ള അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും ആ ഒരു ആരോപണത്തിൽ തന്നെയാണ് ഇരുകൂട്ടരും നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത എന്നത് ഷാഫി പറമ്പിൽ MLA DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. KK ശൈലജയ്ക്കും ഒപ്പം തന്നെ MV ഗോവിന്ദനും എതിരെയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. തൻ്റെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നു എന്ന ഒരു പരാതിയാണുള്ളത്. മാത്രമല്ല, ഒരു പ്രത്യേക വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഉണ്ടാക്കി എന്ന തരത്തിലാണ് തനിക്കെതിരെയുള്ള പ്രചാരണം ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നടപടി വേണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് DGPക്ക് ഈ പരാതി നൽകിയിട്ടുള്ളത്. നമ്മൾ KK ശൈലജയുടെയും ഷാഫി പറമ്പിനെയും രാവിലെ തന്നെ കണ്ടിരുന്നു. രണ്ടുപേരും പറയുന്നത്, ഷാഫി പറമ്പിൽ പറയുന്നത് തൻ്റെ അറിവോടെയല്ല ഇത്തരം ഒരു വ്യക്തിഹത്യ നടന്നിട്ടുള്ളത്, അതിൽ തനിക്കൊരു പങ്കുമില്ല, ആരാണ് അത് നടത്തിയത് എന്ന് തനിക്കറിയില്ല, തനിക്ക് വടകരയിലെ വോട്ടർമാർക്ക് തന്നെ അറിയാം, താഴെത്തട്ടിലേക്ക് അടിത്തട്ടിലേക്ക് പോകും തോറും ആത്മവിശ്വാസം കൂടുകയാണ്, തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നാണ്. അതേസമയം തന്നെ KK ശൈലജയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം എന്നത് ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നതാണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തമായ അറിവോടെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്, സ്ഥാനാർത്ഥിക്ക് അറിവുണ്ട്, സ്ഥാനാർത്ഥി ഇത്തരം പേജുകളൊന്നും കാണുന്നില്ലേ എന്ന ഒരു മറുചോദ്യമാണ് KK ശൈലജ ചോദിക്കുന്നത്. മാത്രമല്ല, താൻ ഇതുവരെ കാണാത്ത വിധം വ്യക്തിഹത്യയാണ് തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. വേണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ്. ഇപ്പോഴും ഈ വ്യക്തിഹത്യയിലുള്ള വാക്പോര് വടകര മണ്ഡലത്തിൽ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മിഥില ബാലനാണ് വടകര മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.